ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് സൈൻ 2x സൈൻ 3x dx. അപ്പം ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു കോസിൻ്റെ വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നു. അവിടെ എന്തായിരുന്നു യൂസ് ചെയ്തത്? കോസ് എ കോസ് ബിയുടെ ഫോമുല അവിടെ യൂസ് ചെയ്തത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സൈൻ എ സൈൻ ബിയുടെ ഫോമുല രണ്ടെണ്ണം എടുക്കും. സൈൻ എ സൈൻ ബിയുടെ ഫോമുല അവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, എന്തായിരുന്നു സൈൻ എ സൈൻ ബി? സൈൻ എ സൈൻ ബി എന്തായിരുന്നു ഓർമ്മയുണ്ടോ? 1/2 കോസ് എ മൈനസ് ബി ആയിരുന്നു വരുന്നത് അല്ലേ. കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ സൈൻ 2x സൈൻ 3x ഞാൻ അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ എന്ത് വരും? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതുവാണേ. സൈൻ എക്സ് സൈൻ 2x സൈൻ 3x dx. അപ്പം ഇത് രണ്ടിനെ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുക. എ എന്ന് പറയുന്നത് 2xും ബി എന്ന് പറയുന്നത് 3xും ആകും. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു 1/2. ഓക്കെ, ബ്രാക്കറ്റ് ഇടണേ. അപ്പോൾ എന്ത് വരും? 1/2 കോസ് എയും ബി എന്താണ്? 2xും 3xും. അപ്പോൾ കോസ് 2x മൈനസ് 3x മൈനസ് കോസ് 2x പ്ലസ് 3x എന്ന് വരും. ഓക്കെ, dx. അപ്പോൾ ഇതെന്ത് വരും? 1/2 കോമൺ ആണ്, ഞാൻ പുറത്തെടുക്കുന്നു. കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുക്കുന്നു. സൈൻ എക്സ് എന്താണ്? കോസ് 2x മൈനസ് 3x എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് വരും. മൈനസ് കോസ് 5x dx. ഞാൻ ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ് സൈൻ എക്സിനെ. സോ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞ് കോസ് എക്സ് നമ്മൾ നേരത്തെ കണ്ട അല്ലേ പ്രോബ്ലത്തിൽ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് 5. സോ സൈൻ എക്സ് കോസ് 5x dx ഇങ്ങനെ വരും അല്ലേ. ഇപ്പം ഇവിടെ നോക്ക്, ഇതെന്താ? സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം സൈൻ 2x എന്ന് പറയുന്നത് 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു 2ൻ്റെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് അപ്പുറത്ത് ഡിവൈഡ് ചെയ്യാം. എന്ത് വരും? 1/2 ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2x ബൈ 2. കാരണം സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഇവിടെ സൈൻ എക്സ് കോസ് എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ സൈൻ 2x ബൈ 2 എന്ന് എഴുതി. മൈനസ് ഇവിടെ നോക്ക്, പിന്നെ ഇവിടെ സൈൻ എ കോസ് ബിയുടെ ഫോമിൽ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് സൈൻ എ കോസ് ബി എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യണം. എന്തുമായിരുന്നു? സൈൻ എ കോസ് ബി എന്ന് പറയുന്നത് 1/2 സൈൻ എ പ്ലസ് ബി അല്ലേ. എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അപ്പം നമുക്കിത് ഇവിടെ കൊടുക്കാം അല്ലേ. അപ്പം എന്ത് വരും? മൈനസ് ആണല്ലേ അവിടെ. സോ മൈനസ് 1/2 പിന്നെ ഒരു ബ്രാക്കറ്റ് വേണം. സോ സൈൻ എക്സും 5x അല്ലേ. സൈൻ എക്സ് പ്ലസ് 5x പ്ലസ് സൈൻ എക്സ് മൈനസ് 5x dx അല്ലേ. അപ്പം സൈൻ എ കോസ് ബിയുടെ റിസൾട്ട് എന്താണ്? സൈൻ 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇത് വരും 1/2 ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2x ബൈ 2 മൈനസ് 1/2. ഞാൻ സെപ്പറേറ്റ് 1/2 കൊടുക്കുവാണേ. സോ സൈൻ 6x മൈനസ് സൈൻ മൈനസ് 4x. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ മൈനസ് ആണ് ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടോ. അതുകൊണ്ട് ഇവിടെ മൈനസ് ആയത്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഓക്കെ, അപ്പം സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എന്ത് വരും? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ആ മൈനസ് സൈൻ എക്സും മൈനസും കൂടെ എന്താവും? പ്ലസ്. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. സൈൻ ഓഫ് മൈനസ് എക്സിൻ്റെ മൈനസും കൂടെ വരുമ്പോൾ അവിടെ പ്ലസ് ആവും. അതായത് 1/2 സൈൻ 2x ബൈ 2 മൈനസ് സൈൻ 6x ബൈ 2 പ്ലസ് സൈൻ ഇവിടെ ഒരു 1/2 ഉണ്ട്. സൈൻ 4x ബൈ 2
dx. ഇനി 1/2 എല്ലാവർക്കും അല്ലേ, ഞാൻ ഈ 1/2 ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. അപ്പം എന്ത് വരും? സൈൻ 2x/4 മൈനസ് ഇൻ്റഗ്രൽ ഉണ്ടേ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല, മൈനസ് സൈൻ 6x/4. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും? പ്ലസ് സൈൻ 4x/4 ഇൻറ്റു dx. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കാണാമല്ലോ. അപ്പം സൈൻ 2xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2x, ഇവിടെ എന്ത് ചെയ്യണം? 2 ഡിവൈഡ് ചെയ്യണം അല്ലേ? അതായത് 8 വരും. 4 × 2 8. ഇവിടെ സെപ്പറേറ്റ് എഴുതാം. 4 × 2 2 ഇൻറ്റു എങ്ങനെ? ഇൻറ്റു 2 എങ്ങനെ വന്നത്? 2 ഡിവൈഡ് ചെയ്താണ് ആ ഇൻറ്റു 2 മൈനസ്. ഇപ്പം സൈൻ 6x എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 6x/4 × 6. അടുത്തത് സൈൻ 4xൻ്റെ മൈനസ് കോസ് 4x/4 ഓൾറെഡി അവിടെ ഉണ്ട്, ഇൻറ്റു 4 പ്ലസ് സി അല്ലേ? അതായത് മൈനസ് കോസ് 2x/8 പ്ലസ് കോസ് 6x/24 മൈനസ് കോസ് 4x/16 പ്ലസ് സി എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1/8 കോമൺ വേണമെങ്കിൽ പുറത്തെടുക്കാം. ഓക്കെ, 1/8 നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. അപ്പം എന്ത് വരും? അപ്പം കോസ് 6x/24 നിന്ന് 8 പോയാൽ 3 വരും അല്ലേ? കോസ് 6x/3. ഞാൻ എന്തിനാ അത് ആദ്യം എഴുതി? അങ്ങ് പോസിറ്റീവ് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. ദെൻ സെക്കൻഡ് നമുക്ക് കോസ് 2x എന്ന് എഴുതാം. ഓക്കെ, പിന്നെ മൈനസ് കോസ് 4x/16 അല്ലേ? അപ്പോൾ 8 പുറത്തെടുത്തപ്പം 2 വന്നവിടെ അല്ലേ? പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.